വയറ് ചാടുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. തടി കൂടിയ ആൾക്കാരിൽ മാത്രമല്ല, മെലിഞ്ഞ ആൾക്കാരിലും വയറ് ചാടുന്നത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നു. അതൊരു പക്ഷേ അവരുടെ വ്യായാമക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിത രീതികളോ കൊണ്ടായിരിക്കാം. സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പ്രസവശേഷമാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ ഇത് കേവലം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, മറിച്ച് ആരോഗ്യ പ്രശ്നം കൂടിയാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്കും ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. അപ്പോൾ വയറ് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിയോഫിറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ആദ്യം പറയാൻ പോകുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് നമുക്ക് പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എയറോബിക് എക്സസൈസാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസ്, അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ എക്സസൈസ്, പിറ്റോമിനൽ എക്സസൈസും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരഭാരം കുറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, വയറിൻ്റെ ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടിയ ഫാറ്റ് കുറയുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം ഒരുപാട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കഴിച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ്, പ്രോട്ടീൻ എന്നിവയിൽ നിന്നാണ്. അപ്പോൾ ആദ്യ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സസൈസിൻ്റെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനർജി സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. വൺസ് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ബേൺ ചെയ്തിട്ട് നമ്മൾ നേരെ ബ്ലഡ് സർക്കുലേഷനിലെത്തുന്നു, ബ്ലഡിൽ നിന്ന് നേരെ മസിൽസിലേക്ക് എനർജി ആയിട്ട് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങുന്നു. അത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന ഫാറ്റ് കുറയ്ക്കാനും അത് സഹായിക്കുന്നു. അടുത്തത് പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാനും കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കുറയ്ക്കാനും പാടില്ല. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു ഫംഗ്ഷന് ദിവസവും ഒരു നിശ്ചിത എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് വളരെ അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡയറ്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുഭവപ്പെടുന്ന വിശപ്പിൻ്റെ ആ ഒരു അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വിശപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും ഇറച്ചി, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. അടുത്ത നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലെ കലോറി മൂല്യം വളരെ കൂടുതലായിരിക്കും. ഇത് ശരീരഭാരം കൂടാൻ പെട്ടെന്ന് കാരണമായേക്കാം. ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ്, ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ അത് കാരണമായേക്കാം. നമ്മുടെ കൗമാരക്കാരിലെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതൊരു കാരണം കൂടിയാണ്. ഏതൊക്കെയാണ് ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ബേക്കറി സാധനങ്ങൾ, ചിപ്സ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൈഡ് ഫുഡ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അടുത്തത് പറയാൻ പോകുന്നത് ആൽക്കഹോളിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാം. ഇതിൽ ആൽക്കഹോളിൽ നമ്മുടെ കലോറി മൂല്യം വളരെ കൂടുതലാണ്. എന്നാൽ മിനറൽസോ മറ്റു ധാതുക്കളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കൂടുതലായിട്ട് വരുന്ന ഈ ഒരു കലോറി നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടാനും വയറ് ചാടാനും കാരണമായേക്കാം. അടുത്തത് മാക്സിമം സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷനും ഒഴിവാക്കുക. സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ വിശപ്പിൻ്റെ അളവ് കൂട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൂടുന്നു. ഇത് ശരീരഭാരം കൂടാൻ ഒരു പക്ഷേ കാരണമായേക്കാം. അടുത്തത് പറയാൻ പോകുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഇത് മറ്റു മധുരങ്ങളെ അപേക്ഷിച്ച് ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വിസറൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നു. അവസാനമായിട്ട് പറയാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ലേബൽ വായിച്ചറിയുക എന്നുള്ളതാണ്. അതിൽ എത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു, എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു, എത്ര ശതമാനം ഫാറ്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഫിസിയോഫിറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.